ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 20 ജില്ലകളിൽ 3,70,00,000 വോട്ടർമാരാണ് നാളെ ബൂത്തിലേക്ക് എത്തുക. 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ജനവധി. നിശബ്ദ പ്രചരണത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങളും വോട്ട് കൊള്ളയും ഓപ്പറേഷൻ സിന്ദൂറും ഉയർത്തി വോട്ടുറപ്പിക്കുകയാണ് മുന്നണികൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും സ്വതന്ത്രരും ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. ഇവരിൽ 1165 പുരുഷന്മാരും 136 സ്ത്രീകളുമാണ്. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ 3000-ൽ താഴെയും 3 1000 വോട്ടിൽ താഴെയും ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളാണ്. അതിനാൽ അത്രമേൽ നിർണായകമാണ് ഈ ജനവിധി. കിഷൻഗഞ്ച്, പൂർണിയ തുടങ്ങിയ മണ്ഡലങ്ങൾ അവസാന ഘട്ടത്തിലാണ്. NDA ക്യാമ്പ് വിജയം ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ പണമൊഴുക്കിയാണ് NDA യോഗത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതെന്ന വാദവും ശക്തം. वोट चोरी नहीं होगा तो NDA कभी नहीं आएगी सरकार में, क्योंकि वोट चोरी एक बहुत बड़ा मुद्दा है. इसको राहुल जी ने पकड़ करके दिखाया भी है. इलेक्शन कमीशन इस पे कोई प्रक्रिया नहीं दे रहा है, कुछ भी नहीं बोल रहा है. ഒരു മാസം നീണ്ടുനിന്ന പരസ്യപ്രചരണം പൂർത്തിയായതോടെ നിശബ്ദമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒന്നാം ഘട്ടത്തിലെ കനത്ത പോളിംഗ് നാളെയും ആവർത്തിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വടക്കേ ബീഹാറിലെ ഫോർബസ്ഗഞ്ച് നിയോജക മണ്ഡലത്തിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1.